السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونصلي ونسلم على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും സ്നേഹം നിറഞ്ഞ ക്ലാസ് റൂമിലെ സഹോദരന്മാരെ, സഹോദരിമാരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളോട് ഒരു ഹദീസ് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് ആ ഹദീസ്? മുത്തുനബി തങ്ങൾ സ്വഹാബാക്കളോട് പറയുകയാണ്, മൻ മശാ ഫീ ഹജതി അഖീഹി, ഒരാള് തൻ്റെ സഹോദരന്റെ ആവശ്യങ്ങൾ വീട്ടാൻ വേണ്ടി ഒരാൾ നടന്നാൽ, തൻ്റെ കൂട്ടുകാരൻ്റെ അല്ലെങ്കിൽ തൻ്റെ കൂട്ടുകാരിയുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഒരാൾ ഇറങ്ങി പുറപ്പെട്ടു. രോഗിയാകട്ടെ, അല്ലെങ്കിൽ വീടുണ്ടാക്കാനാകട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാകട്ടെ, അവൻ തൻ്റേതല്ലാത്ത മറ്റൊരു സുഹൃത്തിൻ്റെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി ഇവൻ ഇറങ്ങി പുറപ്പെട്ടാൽ, കതബല്ലാഹു ലഹു ബികുല്ലി ഖത്വത്തിൻ 70 ഹസന. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവന്റെ ഓരോ ചവിട്ടടിക്കും 70 നന്മ അള്ളാഹു അവനിക്ക് രേഖപ്പെടുത്തും. തൻ്റെ രോഗിയായി കിടക്കുന്ന തൻ്റെ സഹോദരനെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടവൻ, അല്ലെങ്കിൽ വീടില്ലാത്തവനിക്ക് വേണ്ടി ഇറങ്ങിപ്പെട്ടവൻ, എന്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആകട്ടെ, അവൻ ഇറങ്ങിപ്പുറപ്പെട്ടാൽ അവന്റെ ഓരോ ചവിട്ടടിക്കും 70 നന്മ അള്ളാഹു രേഖപ്പെടുത്തും. തന്നെയുമല്ല, അവന്റെ 70 പാപങ്ങളും അള്ളാഹു അവനിക്ക് മായ്ച്ചു കൊടുക്കുന്നതുമാണ്. 70 പാപങ്ങൾ അള്ളാഹു തആല പുറത്തു കൊടുക്കുകയും 70 നന്മ അവനിക്ക് രേഖപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഫൈൻ ഖുലിയ ഹാജതഹു അലാ യദിഹി, ഇനിയോ അവന്റെ കാരണത്താൽ ആ സഹോദരന്റെ ആവശ്യം വീടി, അവന്റെ കാരണത്താൽ അവനിക്കൊരു വീടുണ്ടായി, അല്ലെങ്കിൽ അവന്റെ രോഗത്തിന് ശമനമുണ്ടായി, അല്ലെങ്കിൽ അവനിക്കുള്ള അവന്റെ പ്രയാസങ്ങളെ എല്ലാം നീങ്ങിക്കിട്ടി എങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളോട് പറയുകയാണ്, ആ മനുഷ്യന്റെ ആവശ്യങ്ങൾ വീട്ടി കഴിഞ്ഞാൽ കയൗമി വലദത്ത് ഉമ്മുഹു, ഉമ്മ പ്രസവിച്ച ദിവസം എങ്ങനെയാണോ അതുപോലെ അവന്റെ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെട്ട നിലയിൽ അവൻ ആയിത്തീർന്നു. സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളത്, ഒരു ഹജ്ജ് ചെയ്താലാണ്, ഹജ്ജ് ചെയ്ത് മക്ബൂലായ ഹജ്ജ് ഉംറയും ചെയ്തു വന്നാൽ അവൻ ഉമ്മ പറ്റ മകനെ പോലെ അല്ലെങ്കിൽ മകളെ പോലെ അവനായി തീർന്നു എന്നാണ് നമ്മൾ കേട്ടത്. ഇവിടെ ഇങ്ങനെയല്ല. നമ്മൾക്ക് ഇത്രയൊന്നും ഹജ്ജ് ചെയ്യാൻ വരേണ്ട ആവശ്യമില്ല, ഉംറ ചെയ്യാൻ വേണ്ടി വരേണ്ട ആവശ്യമില്ല. ഒരു വിഷമിക്കുന്ന, ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, എനിക്കൊരു വിഷമമുണ്ടായി, എൻ്റെ വിഷമങ്ങൾ നിങ്ങളൊക്കെ തീർത്തു തന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരനൊക്കെ ഒരു വിഷമമുണ്ടായി, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരിക്ക് ഒരു വിഷമമുണ്ടായി, അവരുടെ വിഷമങ്ങൾ നിങ്ങളുടെ പരിശ്രമം കൊണ്ട്, നിങ്ങളുടെ ശ്രമം കൊണ്ട് അത് തീർത്തു കൊടുത്താൽ കയൗമി വലദത്ത് ഉമ്മോ, ഉമ്മ പ്രസവിച്ച ദിവസം പോലെയാകുമെന്ന് മുത്തു റസൂലുള്ളാഹി. തന്നെയുമല്ല, യദ്ഖുലുൽ ജന്നത ബിഗൈരി ഹിസാബ്, തന്നെയുമല്ല മുത്തുനബി തങ്ങൾ പറയുന്ന ഓഫറുകൾ എന്തെല്ലാമാണ്. അവൻ നിസാബ് ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. കണ്ടോ, ഒരു ചോദ്യമില്ല, ഒരു കണക്കുമില്ല, ഒന്നുമില്ല, നേരെ സ്വർഗത്തിലേക്ക്. നോക്കിയാൽ നമ്മൾ ചിന്തിക്കണം, ഒരു സഹോദരന്റെ, ഒരു മുസ്ലിമായ സഹോദരന്റെ ബുദ്ധിമുട്ട് നീക്കിക്കൊടുത്താൽ അള്ളാഹു നമുക്ക് നൽകുന്ന ഓഫർ മുത്തുനബി തങ്ങൾ സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്ത കഥയാണ്, ഹദീസാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. ഉമ്മമാര്, സഹോദരിമാര്, നമ്മുടെ കൂട്ടത്തിൽ വിഷമിക്കുന്നവരുണ്ടാകാം, നമ്മുടെ കൂട്ടത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടാകാം, കടം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, ശാരീരികമായി വിഷമിക്കുന്നവരുണ്ടാകാം, മാനസികമായി വിഷമിക്കുന്നവരുണ്ടാകാം. അവരോടൊക്കെ വേണ്ടുന്ന സമാധാനങ്ങൾ, സന്ദേശങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുത്താൽ അവൻ യദ്ഖുലുൽ ജന്നത ബിഗൈരി ഹിസാബ്,
അവനിക്ക് മഹ്ശറിലെത്തുമ്പോൾ മീസാനിന്റെ തൂക്കമില്ല, അവനിക്ക് ചോദ്യമില്ല, അവനിക്ക് ഹിസാബില്ല, ഒരു വിചാരണയും ഇല്ലാതെ അവനെ നേരെ അള്ളാഹു സ്വർഗത്തിലേക്ക് കടത്തുന്ന പ്രവർത്തനമാണ്. പാവങ്ങൾക്ക് സഹായിച്ചാൽ, തന്റെ സഹോദരന് സഹായിച്ചാൽ, ബുദ്ധിമുട്ടുന്ന അനുഭവിക്കുന്നവർക്ക് എന്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമാകട്ടെ ആ പ്രവർത്തനങ്ങൾ ചെയ്താൽ അല്ലാഹു തആല നൽകുന്നതെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഈ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണേ. ഉമ്മമാരെ, സഹോദരന്മാരെ, നമ്മൾ ചെയ്യണേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യാൻ നീ തൗഫീഖ് നൽകണയല്ല. ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണയല്ല. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വസീകും ബിദ്ദുആ.